ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കോസ്മെറ്റിക് ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വേറെയും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പക്ഷെ മെയിനായിട്ട് അരുണ് റിച്വൽസിലൊന്ന് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. ഞാനിപ്പം ഹൊവ്ദയിലാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. കാരണം ഇന്ന് 8:15 കേട്ടോ യൂണിവേഴ്സിറ്റിയിലേക്ക് വരേണ്ട ആവശ്യം. പിന്നെ ഒരു 10 മണിയായപ്പോൾ ക്ലാസ് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ പിന്നെയും ഫാൻ ഷോപ്പിങ്ങിൽ പോയി, അതായത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് പോയി. അപ്പോഴാണ് അരുൺ റെഡി ആയത്. എന്നിട്ട് ഞാൻ പിന്നെ അരുണും കൂട്ടി ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ റിച്വൽസിൽ എത്തിക്കാണാം. അരുൺ എവിടെയോ കണ്ട് പിടിച്ചിട്ടുണ്ട് സ്ഥലം എവിടെയാണ് ഉള്ളത് എന്ന്. എന്തായാലും എനിക്ക് വേണ്ടിയിട്ടല്ല, അരുണിന് വേണ്ടിയിട്ടുള്ള ഷോപ്പിംഗ് ആയതുകൊണ്ട് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ കൂടെ വന്നതേ ഉള്ളൂ. വെറുതെ കള്ള പറയല്ലോ. അരുണിൻ്റെ തള്ളലൊക്കെ കേട്ട് നടക്കുമ്പോഴാണ് നോർമൽ എന്ന് പറഞ്ഞാൽ ഈ ഷോപ്പ് കണ്ടത് കേട്ടോ. അമ്മച്ചീൻ്റെ കൂടെ ഒരിക്കലും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് എഫോർഡബിളായി കിട്ടുന്ന ബ്രാൻഡ്സില്ലേ, അതായത് ഡവ്, നിവ്യ, ലോറിയൽ, ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ട് ഇവിടെ ഒന്ന് കയറിയിട്ട് പോവാമെന്ന് ഞാൻ അരുണിനോട് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നോ അരുൺ പോളണ്ട് പോയിരുന്നു. അവിടെ നിന്ന് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ അരുൺ വന്നത്. അതുകൊണ്ട് ഈ ഷോപ്പിംഗ് എനിക്കുള്ളതെല്ലാന്ന് അറിയാം കേട്ടോ. ഒരു ഹെയർ സിറം, അത് മാത്രമാണ് ഇന്ന് എൻ്റെ ലിസ്റ്റിലുള്ളത്. സിറം എടുത്ത് തിരിഞ്ഞപ്പോഴാണ് നൂഡിൽസ് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഒരു പാക്കറ്റ് എടുത്തു കേട്ടോ. ഇത് ആക്ച്വലി ഒരു കോസ്മെറ്റിക് അല്ലെങ്കിൽ സ്കിൻ കെയർ ഷോപ്പ് മാത്രമല്ല കേട്ടോ. പെട്ടെന്ന് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ കണ്ടു. നിങ്ങൾക്കത് ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് എക്സ്ഫോളിയേറ്റിംഗ് ഗ്ലൗസ് കാണുന്നത് കേട്ടോ. അപ്പം അതൊന്ന്. പിന്നെ ഈ കോസാറെക്സ് ഹൈപ്പ് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണെങ്കിലും എനിക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമായ പ്രൊഡക്റ്റാണ് കേട്ടോ ഈ സ്നെയിൽ മ്യൂസിൻ. അതിനെല്ലാം ഇവിടെയും നമ്മുടെ നാട്ടിലെ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് കേട്ടോ. എനിക്കും അരുണിനും ഒരുപോലെ എത്ര കിട്ടിയാലും മതിയാവാത്തൊരു സംഭവമാണ് കേട്ടോ ഈ ഫേസ് മാസ്ക്. എന്നെക്കാൾ യൂസ് ചെയ്യുക അരുണാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചെണ്ണം അവിടെ നിന്ന് എടുത്തു. നമ്മൾ നോർമൽ വെറ്റ് വൈപ്സ് അറിയെങ്കിലും ഡിയോഡ്രൻറ്റ് വൈപ്സ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. പക്ഷെ എനിക്ക് നല്ല യൂസ്ഫുൾ ആയി തോന്നി, നല്ല ക്യൂട്ടായി തോന്നിയപ്പോൾ എടുത്തു നോക്കിയതാണ് കേട്ടോ. ഒരു സ്യൂയിങ് കിറ്റാണ് ഇത്. ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടുള്ള ഒരു കിറ്റാണ്. എപ്പോഴെങ്കിലും ആവശ്യം വരുമ്പോൾ വന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് അതിനെ അവിടെ തന്നെ വെച്ചു. അടുത്തൊരു ക്യൂട്ട് ഐറ്റം ന്യൂട്ടലയാണ്. ഇത് രസമാണെന്നറിയോ ഇതിനെങ്ങനെ കാണാൻ. പക്ഷെ കാലറി അത്ര ക്യൂട്ടല്ലാത്തത് കൊണ്ട് അവിടെ തന്നെ വെച്ച് പോകുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റിച്വൽസിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ. അതൊരു മോളിലാണ്, കൊമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളിലാണ് ഈ ഒരു റിച്വൽസ് എന്ന് പറയുന്ന ഷോപ്പ് വരുന്നത്. കയറിയ ഉടനെ തന്നെ റിച്വൽസ് കണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ലഞ്ച് കഴിക്കാതെയാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഫുഡ് പിന്നെ ബാക്കിയെല്ലാം, അതാണല്ലോ നമ്മളൊരു പോളിസി. സ്പൈസ് ആൻഡ് റൈസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഇതൊരു ഏഷ്യൻ ക്യൂസീൻസ് സെർവ് ചെയ്യുന്ന റെസ്റ്റോറൻ്റ് ആണ്. ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തായ് ആൻഡ് വിയറ്റ്നാമീസ് ഫുഡാണെന്ന് കേട്ടോ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഞങ്ങൾ 2 ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ പറഞ്ഞത്. ഡ്രിങ്ക്സ് കോംപ്ലിമെൻ്ററി ആയിരുന്നു കേട്ടോ. നമുക്കിനി സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണ്ടെങ്കിൽ നമുക്ക് ടീ ഉണ്ട്, അല്ലെങ്കിൽ പ്ലെയിൻ വാട്ടർ ഉണ്ട്. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം. ഏതായാലും കോംപ്ലിമെൻ്ററി ആണ്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചത്. നല്ല സോങ് ഒക്കെ വെച്ച് നമുക്ക് ആസ്വദിച്ച് ഫുഡ് കഴിക്കാം. അതേപോലെ തന്നെ അവർക്കൊരു ഓപ്പൺ കിച്ചൺ ആണുള്ളത്. അപ്പം നമ്മളെ ഫുഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് എല്ലാം നമുക്ക് അവിടെ ഇരുന്ന് തന്നെ കാണാം കേട്ടോ. അധികം ടൈമൊന്നും എടുക്കാതെ തന്നെ ഞങ്ങളെ ഫുഡ് റെഡി ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തതെന്ന്. നമ്മളെ നാട്ടിൽ കിട്ടുന്ന ഫ്രൈഡ് റൈസ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ മസാലയാണോ സോസാണോ അവർ ആഡ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് എല്ലാ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. എൻ്റെ വയറ് പെട്ടെന്ന് നോ പറയും കേട്ടോ. അതുകൊണ്ട് തന്നെ ആ നോ കേട്ടാൽ പിന്നെ എനിക്ക് എത്ര ഇഷ്ടമുള്ള ഫുഡാണെങ്കിലും കഴിക്കാൻ പറ്റൂല. അരുണൊക്കെ കഴിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കൊതിയാവും കേട്ടോ. അവനൊക്കെ എത്ര വേണമെങ്കിലും കഴിക്കാം. എൻ്റെ അമ്മ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് കഴിക്കും. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ചിക്കൻ ഫുള്ള് കഴിച്ചിട്ട് അങ്ങനെ അരുണിൻ്റെ ഹെൽപ്പോട് കൂടി ഞാൻ എങ്ങനെയൊക്കെയോ കുറച്ചൊക്കെ ഫിനിഷ് ചെയ്തു കേട്ടോ. ഇനി നമുക്ക് വന്ന കാര്യത്തിലേക്ക് കടക്കാല്ലേ. ഈ ഒരു നൈറ്റ് ക്രീം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അരുൺ വന്നത്. റിച്വൽസിൻ്റെ തന്നെ ഫേസ് ക്രീം അവൻ പോളണ്ടിൽ നിന്ന് വാങ്ങിയപ്പം അത്യാവശ്യം നല്ല പോലെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ ഈ ഒരു നൈറ്റ് ക്രീം വാങ്ങാൻ വന്നത്.
ഉള്ളിലെ കണ്ടന്റിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ ധാരണ ഇല്ലെങ്കിലും നല്ല പാക്കേജിങ്ങിലായി. അരുണിന്റെ പ്രൊഡക്റ്റ് തീർന്നിട്ട് ഈ കണ്ടെയ്നർ പിന്നെ എനിക്ക് സ്വന്തമാണ് കേട്ടോ. ഇത് വേഗം തീരാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. അങ്ങനെ വന്ന കാര്യമൊക്കെ അടിപൊളിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിച്ചാലോ? Okay. Thank you, person. Good people. Thank you. I love it. Palestina. അങ്ങനെ ഒരു പലസ്തീനിയൻ്റെ അടുത്ത് നിന്ന് ഗ്രീറ്റിംഗ്സ് ഒക്കെ വാങ്ങി നമ്മൾ ഇന്ത്യൻ പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മളിപ്പം ടോപ്പ് ലിവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക. അതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഞാൻ ആദ്യമായിട്ട് പോവാണ്. അരുൺ പോയില്ല. അരുണും പോയിട്ടില്ല കേട്ടോ. അപ്പം അവിടെ കുറച്ച് നമ്മളെ ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടും എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന്. കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു, പക്ഷെ എന്നാലും ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ടോപ്പ് ലിവ്സ്. എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ആദ്യമായിട്ടായിരുന്നു കേട്ടോ വിസിറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ നമ്മളൊരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ പോവില്ലേ, അതായത് കോഴിക്കോടും മലപ്പുറവും ഒക്കെ കണ്ട ഒരു സൂപ്പർ മാർക്കറ്റ്, അതേപോലെ തോന്നിയിട്ടോ എനിക്ക് ഇവിടേക്ക് കടന്നപ്പം. എന്തിനേറെ പറയുന്നത്, ഈ പാർലേജി ബിസ്ക്കറ്റ് കണ്ടപ്പോഴേ മനസ്സിലൊരു ഭയങ്കര ഒരു സന്തോഷം. അത് കഴിഞ്ഞ് ഈ ഗുഡ് ഡേയും കൂടി കണ്ടപ്പോഴേ സന്തോഷം. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു, അവിയൽ വന്നു, എരിശ്ശേരി വന്നു, ചോറ് വന്നു, സാമ്പാറും വന്നു, 2 കൂട്ടം പായസവും വന്നു. വയറ് നിറഞ്ഞു. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യണം. പിന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.